ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ LDC LGS എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം കറണ്ട് അഫെയേഴ്സ്. ആ കറണ്ട് അഫെയേഴ്സിൽ നിന്ന് 20 മാർക്കും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. 21 ക്ലാസ്സുകൾ കഴിഞ്ഞു. 22ാമത്തെ ക്ലാസ്സാണ്. ഇന്ത്യയിലെ പ്രധാന സംഭവങ്ങൾ, കേരളത്തിലെ പ്രധാന സംഭവങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിനോടൊപ്പമുള്ള പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഇന്ത്യയിലെ മുന്നേറ്റങ്ങളാണ്. അതിലെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3നെ കുറിച്ചുള്ള ക്ലാസ്സാണിന്ന്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 2:35 PM ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 2:35 PM ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഓർത്തു വയ്ക്കുക? 2023 നിങ്ങൾക്കറിയാലോ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നതാണ് കേട്ടോ. 2023 ജൂലൈ മാസത്തിൽ. ജൂലൈ മാസത്തിൽ 23-ാം തീയതിയാണ്, 14-ാം തീയതിയാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. അപ്പോൾ ജൂലൈ 14 എന്ന് പറയുമ്പോൾ നമുക്ക് 14 ദിവസങ്ങൾ, 14 ദിവസം എടുക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്, ജൂലൈയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്നോർക്കുക. അപ്പോൾ 2023 ജൂലൈ 14 എത്ര മണിക്കാണ്? 2:35 PM. ആ 2023 2 ഉണ്ട്, നോക്കൂ. 2 ഉണ്ട്, 3 ഉണ്ട്, 2 3 കൂട്ടിയാൽ 5 ഉണ്ട് അവിടെ. 2:35. ഇപ്പം ജൂലൈ 14. അപ്പോൾ 2023 ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 7ാമത്തെ മാസമാണ് അല്ലേ? ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ാമത്തെ മാസം. അങ്ങനെ നോക്കുമ്പോൾ 2023 ഒരാഴ്ച കഴിഞ്ഞ് അതാണ് മാസം. 2 ആഴ്ചയിൽ കഴിയുമ്പോൾ ദിവസമായി, 14ആയി. പിന്നെ എപ്പോഴാണ് വിക്ഷേപിച്ചത്? ആ 2:3 ഉണ്ട്, 2:35 PM. അവിടെ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ബന്ധപ്പെടുത്തി പഠിക്കുക, എന്നിട്ട് ഇത് ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യും വേണ്ട, ഇല്ലെങ്കിൽ ഇത് ആവിയായിട്ട് പോകും. ഓക്കെ, വിക്ഷേപണ വാഹനം LVM-3M4 ആണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് അതിൻ്റെ പേര്, വിക്ഷേപണത്തിൻ്റെ വാഹനത്തിൻ്റെ പേര്. GSLV ജിയോ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3 പുനർനാമകരണം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പല പേരുകൾ പറയാം. ബാഹുബലി എന്നറിയപ്പെടുന്നുണ്ട് ഈ LVM-3, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നറിയപ്പെടുന്നുണ്ട്. GSLV മാർക്ക് 3 ആണ്. രണ്ടോടത്തും മാർക്ക് 3 ഉണ്ട്. ചന്ദ്രയാൻ 3യുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ നമുക്കറിയാം വിക്ഷേപണ സ്ഥലം, അത് സ്ഥിരം സ്ഥലം തന്നെ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3ൻ്റെ ഭ്രമണപഥത്തിൽ എന്നാണ് എത്തിയത്? ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. അങ്ങനെ ജൂലൈ മാസം കഴിഞ്ഞു. ജൂലൈ മാസവും കഴിഞ്ഞ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. ആഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം വരികയാണ്. അതിനു മുമ്പ് 10 ദിവസം മുമ്പ് ആഗസ്റ്റ് 5-ാം തീയതി അത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി. 2023 ആഗസ്റ്റ് 5. അത് കഴിഞ്ഞ് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഉപരിതലത്തിലെത്തുന്ന ദിവസം ഉറപ്പിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. 2023 അല്ലേ? 23-ാം തീയതി തന്നെ, ആഗസ്റ്റ് തന്നെ, ബുധനാഴ്ച 6:04 PM. സമയം ഓർത്തു വയ്ക്ക്. വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യ കൈവരിച്ചൊരു നേട്ടമാണ്. എവിടെ നിന്നും ചോദ്യം വരാം. 6:04 PM. എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക? വൈകുന്നേരം 6 മണി. ആ 6 മണിക്കല്ലേ ചന്ദ്രനെ കാണുക? ഒരു 6 മണി, 5 മണിക്ക് ചിലയിടത്ത് കാണും. പക്ഷെ സാധാരണയായിട്ട് ചന്ദ്രനെ കാണുന്നത് ഒരു 6 മണി, സന്ധ്യയൊക്കെ ആയി ഇരുട്ടായാലാണ്. ആ 6 മണി എന്ന് ഓർത്തുക. പിന്നെ 4:04 എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക? 2023 ആഗസ്റ്റ് 23 04 എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക? ഓർത്തു വയ്ക്കാൻ എളുപ്പമല്ലേ? 6:04 PM. എങ്ങനെയാ 6:04 PM? 4 മണിക്ക് ശേഷമാണ് ചന്ദ്രനെ കാണാൻ സാധ്യതയുള്ളൂ അല്ലേ? ഒരു 4:30-5 മണിക്കൊക്കെ ചിലപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ അപ്പുറത്ത് ചന്ദ്രനെ കാണാം. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. 6:04 PM. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുകയാണ് പിന്നീട്.
അങ്ങനെ ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനവുമായി. അപ്പം 3 ഡേറ്റുകൾ: വിക്ഷേപിച്ച ഡേറ്റ്, ഭ്രമണപഥത്തിലെത്തിയ ഡേറ്റ്, സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ഡേറ്റ്. 3 അറിയണം. സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ഡേറ്റ് അറിയണം, വിക്ഷേപിച്ച ഡേറ്റ് അറിയണം. ഇതെല്ലാം അറിഞ്ഞാലാണ് നമുക്ക് അവിടുത്തെ ഒരു മാർക്കും പോവാതിരിക്കുള്ളൂ. അപ്പം വിക്ഷേപിച്ചതെന്നാ 2023 മാസമേതാ? ഒരാഴ്ച കഴിഞ്ഞത്. 2 ആഴ്ചയാണല്ലോ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം, അല്ലേ? ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത് 2 ആഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓർത്തു വയ്ക്കാം. 28 ദിവസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 14 ദിവസം ഒരാഴ്ച മാസമായിട്ട് മാറുന്നു. 7ാമത്തെ മാസം ജൂലൈ മാസം. ജൂലൈ മാസം 14-ാം തീയതി മൂപ്പര് വിക്ഷേപിച്ചു വിടും. ചന്ദ്രയാൻ 3 എവിടെ എത്തി? ഭ്രമണപഥത്തിലെത്തുന്നതെന്ന. ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിലെത്തുന്നത് ജൂലൈ മാസവും കഴിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ദിനം ആഗസ്റ്റ് 15 വരികയാണ്. അതിന് മുൻകൂട്ടി തന്നെ മൂപ്പരെത്തി. ആഗസ്റ്റ് 5-ന് മൂപ്പര് എവിടെ എത്തി? ഭ്രമണപഥത്തിലെത്തി. എന്നിട്ടോ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നത് അത് 2023 23-ാം തീയതി തന്നെ, ആഗസ്റ്റ് 23-ാം തീയതി തന്നെ. ഈ 2 സമയങ്ങളും നമ്മൾ ഓർത്തു വയ്ക്കണം. ലോഞ്ച് ചെയ്ത സമയം ഏതാണ്? ആ 2023 23-ൽ കിടക്കുന്നുണ്ട്. 2:35 PM. എപ്പോഴാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്? അത് ആഗസ്റ്റ് 23-ാം തീയതി. എത്ര മണിക്കാ ചന്ദ്രനെ കാണുക? 6 മണിക്കാ. ഒരു 4 മണിക്ക് ശേഷമേ കാണാൻ സാധ്യതയുള്ളൂ. സാധാരണയായിട്ട് 6 മണിക്ക് ശേഷം അമാവാസി അല്ലെങ്കിൽ അധികവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് എന്തെഴുതാം? 6-4 എന്നെഴുതാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ മാൻസിനസ് സി, സിംപെലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലുള്ള സമതലത്തിലാണ് ലാൻഡർ ഇറങ്ങിയത്. ഇതിന് പല ഭാഗങ്ങളുണ്ട് കേട്ടോ. ലാൻഡർ ഉണ്ട്, അല്ലേ? പ്രൊപ്പൾഷൻ യൂണിറ്റ് ഉണ്ട്. ആ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നൊക്കെയാണ്. നമുക്ക് പഠിക്കാതെ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത്. നിങ്ങൾ ഓർക്കുക, ചന്ദ്രൻ്റെ എവിടെ ചെന്നിട്ടാണ് ഇറങ്ങിയത്? ദക്ഷിണ ധ്രുവത്തിൽ. പിതൃക്കളുമായി ബന്ധപ്പെട്ട് ഹിന്ദു, അല്ലേ, വിശ്വാസപ്രകാരം പിതൃക്കളുമായി ബന്ധപ്പെട്ടതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയും പറയാറുണ്ട്. അതായത് മരിച്ചുപോയ നമ്മുടെ മുതിർന്ന ആളുകൾ, കാരണവന്മാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ തെക്കോട്ട് പോവുക എന്നാണ് പറയുക, അല്ലേ? തെക്കോട്ട് പോവുക എന്നാണ് പറയുക, തെക്കോട്ട് എടുക്കുക എന്നാണ് പറയുക. അപ്പോൾ അവിടെയാണ് അത് ഓർത്ത് വയ്ക്കുക, ദക്ഷിണ ധ്രുവം. ആ ദക്ഷിണ ധ്രുവത്തിലെ മാൻസിനസ് സി, സിംപെലിയസ് എൻ. ഒരു ബന്ധമില്ലാത്ത വാക്കാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധമുള്ളൊരു വാക്കിലേക്കാക്കി മാറ്റുക. മാൻസിനസ് സി, സിംപെലിയസ് എൻ. എങ്ങനെയാ? മാൻസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. സിംപെലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിം കാർഡ്. മെലിഞ്ഞ പെൺകുട്ടി. പെലിയസ് എന്നുള്ളതിന് പകരം മെലിഞ്ഞ പെൺകുട്ടി എന്ന് വിചാരിക്കുക. ആ മെലിഞ്ഞ പെൺകുട്ടിക്ക് ഒരു സിം കാർഡ് കൊടുക്കുകയാണ്. ആരാ കൊടുക്കുക? നല്ല മനസ്സിൽ വലിയ പ്രണയം വന്ന് നിൽക്കുമ്പോൾ ഒരു കാമുകൻ കാമുകിക്ക് ആ മനസ്സ് അറിഞ്ഞുകൊണ്ടൊരു സിം കാർഡ് കൊടുക്കാൻ, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാൻ, അല്ലേ? എങ്ങനെയാണ്, അല്ലേ? നിലാവുള്ള കാലം പ്രണയിനികൾക്കും അതുപോലെ തന്നെ കവികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം ചന്ദ്രൻ്റെ ആ കാര്യവുമായി മനസ്സും, ആ മനസ്സിൽ ആ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രന് ഭൂമിയുടെ ഒരു സിം കാർഡ് കൊടുക്കുകയാണ് മനസ്സറിഞ്ഞുകൊണ്ട്. ചന്ദ്രൻ ഒന്ന് ആ സിം കാർഡ് നോക്കുകയാണ്. അപ്പം മാൻസിനസ് സി, സിംപെലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലുള്ള സമതലത്തിലാണ് ലാൻഡർ ഇറങ്ങിയത്. ചന്ദ്രയാൻ 3-ന്റെ വിക്രം ലാൻഡർ, ചന്ദ്രയാൻ 3-ന്റെ ലാൻഡർ, ആ ഇറങ്ങുന്ന ലാൻഡർ, ആ ലാൻഡറിനൊരു പേരുണ്ട്, അത് വിക്രമാണ്. ആ വിക്രം ഇറങ്ങിയ സ്ഥലത്തിന് പിന്നീട് ഇന്ത്യ പേരിട്ടത് ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ് എന്നാണ്. പക്ഷെ ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, എന്താണ് ആലോചിക്കേണ്ടത്? പരാജയപ്പെടാൻ സന്നദ്ധതയുള്ളവന് മാത്രമാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ? ഇപ്പം ഇന്ത്യക്ക് ക്രയോജനിക് വിദ്യ കാർഗിൽ യുദ്ധകാലത്ത്, ഇന്ത്യക്ക് നാവിഗേഷൻ, അതായത് GRPS ഡീറ്റെയിൽസ് തരാൻ വിസമ്മതിച്ചു അമേരിക്ക കാർഗിൽ യുദ്ധ സമയത്ത്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? അവിടെ ചെറിയ തിരിച്ചടി നേടിയിട്ടെങ്കിലും ഇന്ത്യ സ്വന്തമായി എന്തുണ്ടാക്കി? ഇന്ത്യ സ്വന്തമായി അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കി. നാവിക്, അല്ലേ? നമ്മുടെ ഫോണിലൊക്കെ ഉള്ള GPS സിസ്റ്റം പോലെ നമുക്കിപ്പോൾ അതുപോലെ തന്നെ
വലിയ ഫോണുകളിലൊക്കെ നാവിക് വന്നു തുടങ്ങി അല്ലേ? ആൻഡ്രോയിഡിൽ എത്തി തുടങ്ങിയിട്ടില്ല, അടുത്ത് തന്നെ എത്തുന്ന പറയണത് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം. അതുപോലെ തന്നെയാണ് ചന്ദ്രയാൻ 2 തകർന്നു. ബഹിരാകാശ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ തളർന്നിരുന്നില്ല. അവർ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. അപ്പം ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലം തിരങ്ക എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം എന്താണ്? ശിവശക്തി പോയിന്റാണ്. ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക, ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക, ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതോടുകൂടി USA, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാവുകയാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ശേഷം അമേരിക്ക, റഷ്യ, ചൈന ഈ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം കൂടിയായി ഇന്ത്യ. ഓർത്തു വയ്ക്കുക. ലാൻഡിങ്ങിന് ശേഷം അശോക സ്തംഭവും ഇസ്രോയുടെ ലോഗോയും റോവർ ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ചു. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ്? ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിച്ചു. ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ സ്നേഹം മനസ്സുമായി ഭാരതം ഒരാളെ പറഞ്ഞു വിട്ടിക്കുക. ഇപ്പം ഭൂമിയോട് പറയാണ്, ഈ പറഞ്ഞയച്ച ആൾ ദൂതൻ പറയാണ്, അരയന്നത്തെ പോലെ ദൂതൻ പറയാണ്, ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിച്ചു. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ചന്ദ്രയാൻ 3 അങ്ങനെ സോഫ്റ്റ് ലാൻഡിങ്ങിൽ എത്തി. ആ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷമുള്ള സന്ദേശം എന്താണ്? ഇന്ത്യ, ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും. നിങ്ങളോടും എനിക്കതാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ക്രാഷ് കോഴ്സ്, നമ്മുടെ ഫ്രീ ക്രാഷ് കോഴ്സും, എത്ര ദിവസത്തെ ഫ്രീ ക്രാഷ് കോഴ്സ്? 90 ഡേയ്സ്. ആ 90 ഡേയ്സിൻ്റെ ഫ്രീ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. 3 ഘട്ടങ്ങളായിരിക്കും അതിന്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി നിങ്ങളെ മനസ്സിലാക്കുന്നു, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ മനസ്സിലാക്കുന്നു, കൂടുതൽ വിഷയങ്ങളുടെ ആഴത്തിലേക്ക് പോകുന്ന 2ാമത്തെ ഘട്ടം. 3ാമത്തെ ഘട്ടം LDC ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമാക്കി. ആ ഭ്രമണപഥത്തിലെത്തിയതിന് ശേഷം നിങ്ങളെ സ്വതന്ത്രമാക്കി വളരെ ശക്തമായ ഒരു തീവ്രമായ പരിശീലനവും തുടങ്ങുന്നു. ഇതെല്ലാം അടങ്ങിയതായിരിക്കും നമ്മുടെ ആ ഘട്ടം. ആ സൗജന്യ ക്രാഷ് കോഴ്സ് എൻ്റെ 27 വർഷത്തെ അനുഭവ സമ്പത്ത്, അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങൾ, ആ പാറ്റേണുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുക. പക്ഷെ അത് എക്സാമിന് വരുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര വിവരമുണ്ടെന്ന് അറിയാൻ പറ്റുകയും ചെയ്യും ആ എക്സാമിലൂടെ. കംപ്ലീറ്റ് നോട്ട്സ് തരും നിങ്ങൾക്ക്. ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിനാവശ്യമായ കംപ്ലീറ്റ് നോട്ട്സ് ഒരു കാര്യവും വിടാതെ PDF നോട്ടുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ നോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ദിവസവും എക്സാം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ചാനലിൽ ഏകദേശം 500ഓളം വീഡിയോകളുണ്ട്. അതിൽ ഇനിയും കുറച്ച് വീഡിയോകൾ കൂടി ഇനിയുള്ള വരും ദിവസങ്ങളിൽ തരും. അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത വീഡിയോ ക്ലാസ്സുകളും ഇതിനോട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് തന്നുകൊണ്ടായിരിക്കും ഈ കോഴ്സ് പുരോഗമിക്കുക. അപ്പോൾ ആ കോഴ്സിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, നമുക്ക് ചന്ദ്രനിലേക്ക് പോകാം.
എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഇന്ത്യ, ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും നിങ്ങളും ഒരു ദിവസം ആ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. അപ്പോൾ ആദ്യം വന്ന സന്ദേശം എന്താണ്? ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം അനുഭവിച്ചു. രണ്ടാമത്തെ സന്ദേശം എന്താണ്? ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും. ചന്ദ്രയാൻ 3 പേടകത്തിൻ്റെ ആകെ ഭാരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എളുപ്പമാണ്. 3900 കിലോഗ്രാമാണ് ചന്ദ്രയാൻ 3 പേടകത്തിൻ്റെ ആകെ ഭാരം. എത്രയാ? 3900 കിലോഗ്രാം. 3ൻ്റെ വർഗമല്ലേ 9? മോശമല്ല, നല്ല ഭാരമായിട്ടാണ് മൂപ്പര് പോണത്. 3900 ഗ്രാം. റോക്കറ്റിൻ്റെ ആദ്യ ഘട്ടം ഖര ഇന്ധനം ഉപയോഗിച്ചാണ്. രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനം, അവസാന ഘട്ടത്തിൽ ക്രയോജനിക്. ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയും റഷ്യ ഇന്ത്യക്ക് തന്നില്ല. പിന്നെ ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് PSC പരീക്ഷ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിൻ്റെ 90 ഡേയ്സ് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ടത്. ഒന്നെന്താണ്? റിസൈലൻസ്. അതായത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പൊരുതാനുള്ള മാനസിക ശേഷി, ഒന്ന് വളയാനുള്ള മാനസിക ശേഷി. ബെൻഡ് ചെയ്യാനേ പാടുള്ളൂ, നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ചില ദിവസങ്ങളൊക്കെ നമ്മൾ മൂഡ് ഓഫ് ആവും, പക്ഷേ ആ മൂഡ് ഓഫിനെ മാറ്റിക്കൊണ്ട് ഞാൻ പഠിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? റിസൈലൻസിനെ പോലെ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും പോസിറ്റീവായി കാണാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഇതെപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൽ 3 ഘട്ടങ്ങളാണ്. ആദ്യ ഘട്ടം ഖര ഇന്ധനം ഉപയോഗിക്കുന്നു, രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്നു, മൂന്നാം ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിനുമാണ് പ്രവർത്തിക്കുക. ദൗത്യത്തിൻ്റെ പ്രധാന 3 മൊഡ്യൂളുകളാണ്: പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ, റോവർ മൊഡ്യൂൾ. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ, ചന്ദ്രനിൽ ചെന്നിറങ്ങാനുള്ള ലാൻഡർ മൊഡ്യൂൾ. പിന്നെ റോവൽ മൊഡ്യൂൾ. എന്താ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ? ചന്ദ്രൻ്റെ ഭ്രമണപഥം വരെ ഇയാളെ കൊണ്ടുപോകണ്ടേ? ചന്ദ്രൻ്റെ ഭ്രമണപഥം വരെ ഇയാളെ കൊണ്ടുപോകണ്ടേ? ഭൂമിയുടെ ഭ്രമണപഥം, അതായത് ആദ്യം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഭേദിച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി, അവിടെ നിന്നും ഭൂമിയുടെ ഭ്രമണപഥവും കടന്ന് പിന്നീട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തണം. ആ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ വരെ ലാൻഡറിനെയും റോവറിനെയും വഹിക്കുന്നത്, ലാൻഡറും റോവറും അവിടെ കൊണ്ടുവന്ന് ഇറക്കണം. ആ ലാൻഡറിനെയും റോവറിനെയും വഹിക്കുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ്. വാസയോഗ്യങ്ങളായ മറ്റ് എക്സോഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുകയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡായ ഷെയ്പ്പ്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡിന് ഷെയ്പ്പ് എന്നാണ് പറയുന്നത് സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചെത്തിച്ച് ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ISRO. ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂള് സാധാരണയായിട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയാൽ പിന്നീട് അത് അവിടെ ഉപേക്ഷിക്കുക ചെയ്യാറ്. പക്ഷേ ആ വിദൂരത്തിൽ കിടക്കുന്ന ആളേനെ ആ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ തിരിച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മറ്റൊരു ഗ്രഹത്തിൻ്റെയോ ഉപഗ്രഹത്തിൻ്റെയോ ആകർഷണ വലയത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഭൂമിയുടെ പരിധിയിലേക്ക് ISRO തിരികെ എത്തിക്കുന്നത്. ISRO നേട്ടത്തിലേക്ക് പോവുകയാണ്. നിങ്ങളോ? പുതിയ നേട്ടത്തിലേക്കുള്ള കൊല്ലമായിരിക്കട്ടെ ഈ 2024. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചെത്തിച്ച് ചരിത്ര നേട്ടം കൈവരിച്ചു. ഇതാണ് നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. കണ്ട, ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നമുക്കറിയാം ഒരു ക്രയോജനിക് എഞ്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ 2 വികാസ് എഞ്ചിൻ ഉണ്ട്. അവിടെ ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന 2 വികാസ് എഞ്ചിൻ ഉണ്ട്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 2 റോക്കസ്റ്റ് ബൂസ്റ്റേഴ്സ് ഉണ്ട്. ഇനി ലാൻഡർ മൊഡ്യൂൾ, പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ കുറിച്ച് പഠിച്ചല്ലോ. ലാൻഡർ മൊഡ്യൂളിൻ്റെ പേര് വിക്രം എന്നാണ്. വിക്രം എന്നാണ് ലാൻഡർ മൊഡ്യൂളിൻ്റെ പേര്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഭാഗമാണ് ഈ ലാൻഡർ എന്ന് പറയുന്നത്. 14 ദിനങ്ങളാണ് ലാൻഡറിൻ്റെ പര്യവേഷണ കാലം. 14 ദിനം. ജൂലൈ 14 വിക്ഷേപിച്ചത്. 14 ദിനമാണ് ലാൻഡറിൻ്റെ പര്യവേഷണ കാലവും. ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനാണ് ലാൻഡർ പേലോഡാണ് ചാസ്റ്റ്, ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്തോറും താപനില കുറയുന്നു എന്നതാണ് ഈ ലാൻഡറിൻ്റെ കണ്ടെത്തൽ, ആ പ്ലേലോഡിൻ്റെ കണ്ടെത്തൽ. ഇനി അടുത്തതാണ് റോവർ. ഇപ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കഴിഞ്ഞു, ലാൻഡർ കഴിഞ്ഞു, റോവർ കഴിഞ്ഞു. റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നാണ്. റോവറിൻ്റെ പേരെന്താ? പ്രഗ്യാൻ. ഒരു ഹിന്ദിക്കാരൻ്റെ പേര് പോലെ ഉണ്ടല്ലേ. മൂപ്പരുടെ പര്യവേഷണ കാലം 14 ദിവസം.
അവിടെ ചന്ദ്രയാൻ 3 റോവറിന്റെ ലിപ്സ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് പേലോഡ് നടത്തിയ പരിശോധനയിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇനി ആരൊക്കെ അതിന്റെ സാരഥികൾ, നയിച്ച സാരഥികൾ ആരാ? ഒന്ന് ISRO ചെയർമാൻ S സോമനാഥനെ, മറ്റൊന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ, മലയാളിയുണ്ട്, 2 മലയാളികളുണ്ടല്ലേ അവിടെ. പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ, അത് മറന്നു പോകണ്ട, വീരൻ തന്നെയാണല്ലേ, മുത്തന്നെയല്ലേ P വീരമുത്തുവേൽ, ചന്ദ്രയാൻ 3. ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന K. നല്ല ഭാവന ഉണ്ടാവണം, അവിടേക്കൊക്കെ ഒരു സാധനത്തെ കൊണ്ടെത്തിക്കണമെങ്കിൽ ആ ഭാവനയാണ് സാധ്യമാക്കി തീർത്തത്. നിങ്ങൾക്ക് ശക്തമായൊരു വഴിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തിനാണ് ഈ സർക്കാർ ജോലി നിങ്ങൾ ആലോചിക്കണം. ഒരു നല്ല കാരണം കണ്ടെത്താൻ പറ്റണം. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാവുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റാവുന്നത്, ചിലപ്പോൾ ഒരു വീട് വെക്കലാവാം, ചിലപ്പോൾ വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല പൈസ കൊടുക്കലാവാം. അല്ലാതെ അന്തസ്സുള്ള ജോലി, സുരക്ഷിതമായ വരുമാനം അങ്ങനെയൊന്നും സങ്കല്പിക്കാതെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ശക്തമായ കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഗ്നൈഷൻ വരും, ഒരു തീ വരും മനസ്സിൽ. പിന്നെ ജോലി കിട്ടിയിട്ടേ അടങ്ങൂ. അത് പരാജയപ്പെട്ടാലും വിജയിക്കുന്നത് വരെ പോരാടിക്കൊണ്ടിരിക്കും. മിഷൻ ഡയറക്ടർ S മോഹൻകുമാറാണ്. റോക്കറ്റ് ഡയറക്ടർ ബിജു C തോമസ് ആണ്. പുതിയ കണക്കുകൾ പ്രകാരം 2023 ഗൂഗിളിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തെരഞ്ഞ വാക്ക് ചന്ദ്രയാൻ 3 ആണ്. ഇന്ത്യക്കാർക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ടേ അല്ലേ? നമുക്കൊക്കെ ഇന്ത്യയോട് സ്നേഹമുണ്ട്. അപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം 2023 ഗൂഗിളിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ്റെ 3ന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഇസ്രോയുടെ ഡോക്യുമെൻ്ററി എന്നാണ്, ISROയുടെ ഡോക്യുമെൻ്ററി സ്പേസ് ഓൺ വീൽസ് എന്നാണ്. സ്പേസ് ഓൺ വീൽസ്. ഇനി ഇന്ത്യക്ക് 4ാമത്തെ ഒരു ചന്ദ്രദൗത്യം കൂടി ഉണ്ട് കേട്ടോ. ലൂപ്പെക്സ് എന്നാണ് പറയുക. ലൂണാർ എന്ന് പറയുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ലൂണാർ, ലുനാറ്റിക് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഭ്രാന്തുള്ളതാണ്. ഈ ചന്ദ്രൻ്റെ കാലഘട്ടത്തിലാണ് കാമുകന്മാർ അതുപോലെ ഭ്രാന്തന്മാർക്കൊക്കെ അവർക്ക് ആവേശം ഇളകുക, കവികൾ, ഇതിനൊക്കെ ബന്ധപ്പെട്ടതാണ് ചന്ദ്രൻ എന്നാണ് വിചാരം. അപ്പം ലൂപ്പെക്സ്, അപ്പം ലേശം ലൂ ഉള്ള ആളാണല്ലോ. ലൂപ്പെക്സ്, ലൂണാർ, പോളാർ, എക്സ്പ്ലോറർ മിഷൻ. എക്സ്പ്ലോറർ മിഷൻ, ലൂണാർ, പോളാർ, എക്സ്പ്ലോറർ മിഷൻ, ഇത് ചേർന്ന ലൂപ്പെക്സ് ആണ്. ISROയും ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസിയും 2026 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ചന്ദ്രദൗത്യമാണ് ലൂപ്പെക്സ്. അപ്പം ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 മക്കളെ വിക്ഷേപിച്ചത്. മറന്നു പോണ്ട, നിങ്ങൾ മറക്കരുത് കേട്ടോ. 2008 ഒക്ടോബർ 22. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ 10ാം മാസമാണ്. 8, 10, 8 കഴിഞ്ഞാൽ പിന്നെ ഒരു 10, പിന്നെ ഒരു 22. അവിടെ അത് എന്നാ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2008 നവംബർ 8 ഒന്നിൻ്റെ പ്രവർത്തനം അവസാനിച്ചത് 2009 ആഗസ്റ്റ് 9. ആ സമയത്ത് ISRO ചെയർമാൻ G മാധവൻ നായരാണ്. ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രയാൻ ദൗത്യമാണ് ചന്ദ്രയാൻ 2. അത് ഫെയിലറായി, തകർന്നു വീണു. ആ തകർന്നു വീണ സ്ഥലത്തിനെയാണല്ലോ നമ്മൾ തിരങ്ക എന്നറിയപ്പെടുന്നത്. മറ്റത് നമ്മുടെ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും നമ്മൾ വിട്ടിട്ടുണ്ട്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് GSLV Mk3 M1 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് M2 അല്ല, Mk3 തന്നെ M1 ആണ്. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്. ശ്രീഹരിക്കോട്ടയിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ നിർദ്ദേശിച്ചിരുന്ന ദിവസം 2019 സെപ്റ്റംബർ 7 നടന്നില്ല, തകർന്നു വീഴുകയാണ് ചെയ്തത്. ലാൻഡർ വിക്രം തന്നെയാണ്, റോവർ പ്രഗ്യാർ തന്നെയാണ്. അന്നത്തെ ISRO ചെയർമാൻ K ശിവനും പ്രൊജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യയുമാണ്. മിഷൻ ഡയറക്ടർ ഋതു കരിദാറാണ്. സഹകരിച്ച രാജ്യം റഷ്യയാണ്. സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.